Dear students, now we are going to discuss subsurface drainage. We discussed നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ടൈപ്സ് ഓഫ് ഡ്രൈനേജ് ഈ പെട്ട് തന്നെയാണ്. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആർ റിക്വയർഡ് ഫോർ സർഫസ് ഡ്രൈനേജ് ആർ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. കർബ്സ് ആൻഡ് ഗട്ടേഴ്സ്, ഇൻ്റർസെപ്റ്റിംഗ് ഡ്രെയിൻസ്, പൈപ്പ് ഡ്രെയിൻസ്, ഇൻലെറ്റ്, ക്യാച്ച് ബേസിൻസ്, മാൻ ഹോൾസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സബ്സർഫേസ് ഡ്രെയിനേജ് ആണ്. നമ്മുടെ സർഫസ് ഡ്രെയിനേജ് ഡിസ്കസ് ചെയ്തു. ടൈപ്സ് ഓഫ് ഡ്രെയിനേജിൽ സർഫസ് ഡ്രെയിനേജ് ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്സർഫേസ് ഡ്രെയിനേജ് ആണ്. ഇതിനകത്ത് സബ്സർഫേസ് ഡ്രെയിനേജ് മീൻസ് ദ സ്ട്രെങ്ത് ഓഫ് സബ്ഗ്രേഡഡ് ഡിപ്പെൻഡ് അപ്പോൺ ദി മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലേ. റോഡിൻ്റെ സബ്ഗ്രേഡിൻ്റെ ഉള്ള അതിൻ്റെ സ്ട്രെങ്ത്ത്, റോഡിൻ്റെ സ്ട്രെങ്ത്ത് സബ്ഗ്രേഡ് ഡിപ്പെൻഡ് ഓൺ ദി മോയ്സ്ചർ കണ്ടൻറ്റ്. അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. മോയ്സ്ചർ കണ്ടൻറ്റ് കൂടി കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് കുറയും. ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് വെൻ സാച്ചുറേറ്റഡ്. അതിങ്ങനെ സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് വെള്ളം അതിനകത്ത് വെള്ളം സാച്ചുറേറ്റ് GDയിലൊക്കെ പഠിച്ച പോലെയുള്ള വെള്ളം സാച്ചുറേറ്റ് ആയി നിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു ടൈം ആകുമ്പോൾ അത് വീക്കസ്റ്റ് ആയിരിക്കും. അതായത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ റോഡിൻ്റെ സബ്ഗ്രേഡിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് വീക്കാവും. സബ്സർഫേസ് ഡ്രെയിനേജ് എയിംസ് അറ്റ് കീപ്പിംഗ് സബ്ഗ്രേഡ് ഡ്രൈ. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ സബ്ഗ്രേഡ് ഡ്രൈ ആയിരിക്കണം. റോഡിൻ്റെ സബ്ഗ്രേഡ് എപ്പോഴും ഡ്രൈ ആയിരിക്കണം, എന്നാലേ റോഡിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് ഡൺ ബൈ കീപ്പിംഗ് ഫോളോയിങ് മെഷേഴ്സ്. അത് നമുക്ക് ഈ താഴെ പറയുന്ന 3 മെഷേഴ്സ് കൊണ്ട് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, കൺട്രോൾ ഓഫ് സീപ്പേജ് ഫ്ലോ. അതിലേക്ക് റോഡിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഇത് കൺട്രോൾ ചെയ്യുക അല്ലേ. ലോവറിങ് ദ വാട്ടർ ടേബിൾ ടു എ ഡെപ്ത് അറ്റ് ലീസ്റ്റ് 1.2 മീറ്റർ ഫ്രം ദി റോഡ് സ്ട്രക്ചർ. നമ്മൾ സൈഡിൽ ഡ്രൈനേജ് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് 1.2 മീറ്റർ ഡെപ്തിൽ ഉണ്ടാക്കുക ഫ്രം റോഡ് സർഫസിൽ ബൈ യൂസിങ് പോറസ് സബ്ബേസ്. പോറസ് ആയിട്ടുള്ള സബ്ബേസ് യൂസ് ചെയ്യുക. അതായത് വെള്ളയിൽ നിൽക്കാതെ ഇറങ്ങിപ്പോയാണ്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിപ്പോയുള്ള ഒരു ഇതുണ്ടാക്കിയെടുക്കാനുള്ളത്. ഇത് വെറ്റായി കിടന്ന സാച്ചുറേറ്റ് ആയി കിടന്ന അതിൻ്റെ സ്ട്രെങ്ത് കുറയും. ദ വാട്ടർ പെർക്കുലേറ്റിംഗ് ത്രൂ ദി റോഡ് ഈസ് ഡ്രെയിൻഡ് ഓഫ്. ദ വാട്ടർ പെർക്കുലേറ്റിംഗ് ത്രൂ ദി റോഡ് ഈസ് ഡ്രെയിൻഡ് ഓഫ്. അങ്ങനെ ആകുമ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന വെള്ളം ഡ്രെയിൻഡ് ഓഫ് ആയിട്ട് ഡ്രെയിനേജിലേക്ക് പോകും, ഇറങ്ങി ഗ്രൗണ്ടിലേക്ക് പോകും. ഇനി അടുത്ത് വരുന്നതാണ് വാട്ടർ ബൗണ്ട് മെക്കാഡം. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന റോഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ഈസ് ഫോംഡ് ഓഫ് ക്ലീൻ കോസ്ഡ് അഗ്രിഗേറ്റ് അല്ലേ. കോസ് അഗ്രിഗേറ്റ് ഇല്ല, അത് ക്ലീൻ ചെയ്ത കോസ് അഗ്രിഗേറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അഗ്രിഗേറ്റ്സ് മെക്കാനിക്കലി ഇൻ്റർലോക്ക്ഡ് ബൈ റോളിംഗ് അല്ലേ. നമ്മൾ റോളറൊക്കെ യൂസ് ചെയ്ത് റോൾ ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്യും അത്. ആൻഡ് ബൗണ്ട് ടുഗെദർ ബൈ ഫില്ലിംഗ് ദ വോയിഡ്സ് വിത്ത് സ്ക്രീനിങ്സ്. അത് എങ്ങനെ ബൗണ്ട് ചെയ്യും, അങ്ങനെ കെട്ടി അത് അങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ വോയിഡ്സ് വിത്ത് സ്ക്രീനിങ്, ബൈൻഡിങ് മെറ്റീരിയൽ ആൻഡ് വാട്ടർ. ബൈൻഡിങ് മെറ്റീരിയലും സ്ക്രീനിങ്സും വാട്ടർ യൂസ് ചെയ്തത് ബൈൻഡ് ചെയ്ത് വെക്കും. ഇതാണ് വാട്ടർ ബൗണ്ട് മെത്തേഡ്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും വരുന്ന സ്ലൈഡ്സിൽ. മെറ്റീരിയൽസ് കോഴ്സ് അഗ്രിഗേറ്റ്. ഇറ്റ് മേ ബി ബ്രോക്കൺ സ്റ്റോൺ അല്ലേ. ബ്രോക്കൺ സ്റ്റോൺ ഉണ്ടാവും, ക്രഷ്ഡ് സ്ലാഗ് ഉണ്ടാവും, ബേൺഡ് ബ്രിക്സ് ഉണ്ടാവും, ബേൺഡ് ബ്രിക്ക് ബാറ്റ്സ് ഉണ്ടാവും. നമ്മൾ കൺസ്ട്രക്ഷൻ ലാബ് പഠിച്ച പോലുള്ള ബ്രിക്ക് ബാറ്റ്സ് ഉണ്ടാവും. ആൻഡ് ലാറ്ററൈറ്റ് ചെങ്കല്ല് ഉണ്ടാവും, സ്റ്റോൺ നമ്മളെ കരിങ്കല്ല് ഉണ്ടാവും. അങ്ങനെയുള്ള ക്രഷ്ഡ് സ്ലാഗ് അതൊക്കെ വെച്ചാണ് കോഴ്സ് അഗ്രിഗേറ്റ്, വലിയ സൈസിലുള്ള അഗ്രിഗേറ്റ്സ്. ഇറ്റ് ഷുഡ് ബി ഡ്യൂറബിൾ, ഹാർഡ്, ഫ്രീ ഫ്രം ഫ്ലേക്കി ആൻഡ് ഇലോങ്ങേറ്റഡ് മെറ്റീരിയൽ. അത് ഡ്യൂറബിൾ ആണ് അല്ലേ, ഹാർഡായിരിക്കണം, ഫ്രീ ഫ്രം ഫ്ലേക്കി അതായത് കൂർത്ത ആൻഡ് ഇലോങ്ങേറ്റഡ് പാർട്ടിക്കിൾസിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. ഇനി സ്ക്രീനിങ്സ് ഇപ്പോൾ പറഞ്ഞ നമ്മൾ
കോസ് അഗ്രിഗേറ്റിനെ കുറിച്ചാണ്. ഈ സ്ക്രീനിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫിൽ അപ്പ് ദി വോയിഡ്സ് ഇൻ ദി കോമ്പാക്റ്റഡ് ലെയർ അല്ലേ. നമ്മളിപ്പോൾ കോസ് അഗ്രിഗേറ്റ് യൂസ് ചെയ്തൊരു ലെയർ ഉണ്ടായാലും അതിന് വോയിഡ്സ് ഉണ്ടാവും ഓഫ് കോസ് അഗ്രിഗേറ്റ്. ദീസ് സ്ക്രീനിങ്സ് ആർ യൂസ്ഡ്. അത് ആ ഗ്യാപ്പ് ആ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്ക്രീനിങ്സ് യൂസ് ചെയ്യുന്നത്. ഇത് സൈസ് ഈസ് ലെസ് ദാൻ കോസ് അഗ്രിഗേറ്റ്. അതുകൊണ്ട് തന്നെ കോസ് അഗ്രിഗേറ്റിനെക്കാട്ടിലും ലെസ് സൈസ് ആയിരിക്കും ഇതിനുണ്ടാവുക. സൈസ് 10 mm ഓർ 12.5 mm അല്ലേ. നമ്മൾ സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ് അഗ്രിഗേറ്റിൻ്റെ സൈസേ ഉള്ളൂ. അതായത് ബേബി ജില്ലി അല്ല, അതിൻ്റെ തൊട്ട് മുകളിലുള്ള സൈസ് ഉണ്ട്, 10 mm സൈസുള്ള ഒരു കോസ് അഗ്രിഗേറ്റ് ഉണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത് ഈ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മൾ കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന, നമ്മൾ RCCയിലും PCCയിലൊക്കെ യൂസ് ചെയ്യുന്ന കോസ് അഗ്രിഗേറ്റിൻ്റെ സൈസ് 20 mm ആണ്. അതല്ല, അതിൻ്റെ തൊട്ട് ചേർത്ത് 12.5 mm 10 mm ഒക്കെ ഉണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത്. ബൈൻഡിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന യൂഷ്വലി ലൈംസ്റ്റോൺ, ഡസ്റ്റ്, കങ്കാർ നോഡ്യൂൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ബൈൻഡിങ് മെറ്റീരിയലായിട്ട്. യൂഷ്വലി ലൈംസ്റ്റോൺ, ഡസ്റ്റ്, കങ്കാർ നോഡ്യൂൾസ് ഒക്കെ യൂസ്. ഇനി പറയാൻ പോകുന്ന കൺസ്ട്രക്ഷൻ പ്രൊസീജിയറാണ്. പ്രിപ്പറേഷൻ ഓഫ് ഫൗണ്ടേഷൻ പ്രിപ്പയർ ചെയ്യുകയാണ്. ദ സബ്ഗ്രേഡ് ടു റിസീവ് ദ വാട്ടർ ബൗണ്ട് മെക്കാഡം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സബ്ഗ്രേഡ് ടു റിസീവ് ദി വാട്ടർ ബൗണ്ട് മെക്കാഡം, അത് സബ്ഗ്രേഡിന് റിസീവ് ചെയ്യാൻ പറ്റണം. റോഡ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു റിക്വയർഡ് ഗ്രേഡ് ആൻഡ് ക്യാമ്പർ. വാട്ടർ ബൗണ്ട് സബ്ഗ്രേഡ് ടു റിസീവ് വാട്ടർ ബൗണ്ട് മെക്കാഡം, റോഡ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു റിക്വയർഡ് ഗ്രേഡ് ആൻഡ് ക്യാമ്പർ. റിക്വയർഡ് ക്യാമ്പറിലും ഗ്രേഡിലുമാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. ഇഫ് ദ WBM വാട്ടർ ബൗണ്ട് മെക്കാഡം, ഇഫ് ദ WBM ഈസ് ടു ലെയ്ഡ് ഓൺ ആൻ എക്സിസ്റ്റിംഗ് റോഡ്, അത് ഒരു നമ്മൾ ഇപ്പോൾ ഉള്ള റോഡിൻ്റെ മുകളിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്കാരിഫൈഡ് ആൻഡ് റീഷേപ്പ്ഡ്. അതൊന്ന് ഇത്തിരി മാന്തി റീഷേപ്പ് ചെയ്തൊരു റഫ് സർഫസ് ആയിട്ട് എന്നിട്ടാണ് ചെയ്യുക. ടു ദി കറക്റ്റ് ഗ്രേഡ് ആൻഡ് ക്യാമ്പർ ഷുഡ് ബി സ്കാരിഫൈഡ് ആൻഡ് റീഷേപ്പ്ഡ്. എന്നിട്ട് റീഷേപ്പ് ചെയ്തും ഈ WBM വെച്ചിട്ട് എന്നിട്ട് കറക്റ്റ് ഗ്രേഡ് ആൻഡ് ക്യാമ്പറിൽ ഉണ്ടാക്കും. ലാറ്ററൽ കൺഫൈൻമെൻറ്റ്. ടു കൺഫൈൻ ദി അഗ്രിഗേറ്റ്, ഷോൾഡേഴ്സ് ഷുഡ് ബി ഫോംഡ് ഇൻ അഡ്വാൻസ് ടു എ തിക്നെസ് ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് WBM അല്ലേ. ടു കൺഫൈൻ ദി അഗ്രിഗേറ്റ് അല്ലേ, അഗ്രിഗേറ്റ്സ് ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഷോൾഡേഴ്സ് അല്ലേ, റോഡിൻ്റെ സൈഡിലുള്ളത് ഷോൾഡേഴ്സ് ഫോംഡ് ഇൻ അഡ്വാൻസ് ടു എ തിക്നെസ് ഈക്വൽ ടു ദി തിക്നെസ് ഓഫ് WBM കോംസ്. സെയിം തിക്നെസ് WBM കോംസിൻ്റെ വാട്ടർ ബൗണ്ട് വെക്കണതിന് സെയിം തിക്നെസ്സിൽ തന്നെ അത് ഫോം ചെയ്യേണ്ടതുണ്ട് അഡ്വാൻസ് ആയിട്ട്. ഗുഡ് എർത്തേൺ ഓർ മൂറം മേ ബി യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഷോൾഡേഴ്സിന് ഗുഡ് എർത്തും മണ്ണും അല്ലെങ്കിൽ മൂറെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മണ്ണ് തന്നെയാണ് യൂസ് ചെയ്യണം. നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. ലാറ്ററൽ കൺഫൈൻമെൻറ്റ്, റോഡ് സൈഡിലുള്ള കൺഫൈൻമെൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സ്പ്രെഡിങ് കോസ് അഗ്രിഗേറ്റ് അല്ലേ, സ്പ്രെഡിങ് കോസ് അഗ്രിഗേറ്റ്. ദ കോസ് aggregate which are stored along the road for which are brought in vehicles are then spread uniformly and evenly upon the prepared base in required quantities അല്ലേ. സ്പ്രെഡിങ് കോസ് അഗ്രിഗേറ്റ് നമ്മൾ ലോറിയിലൊക്കെ കൊടുത്ത് ഇതിൽ വെച്ചത് യൂണിഫോമും ഈവനുമായിട്ട് റോഡിൻ്റെ സർഫസിൽ അത് സ്പ്രെഡ് ചെയ്യുക. കോസ് അഗ്രിഗേറ്റ് വിച്ച് ആർ സ്റ്റോർഡ് അലോങ് ദി റോഡ് ഫോർ വിച്ച് ആർ ബ്രോട്ട് ഇൻ വെഹിക്കിൾസ് ആർ ദെൻ സ്പ്രെഡ് യൂണിഫോംലി അല്ലേ. റോഡിലുള്ള കോസ് അഗ്രിഗേറ്റ് യൂണിഫോംലി ആയിട്ട് ഈവൻലി ആയിട്ടും അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ദി പ്രിപ്പയർഡ് ബേസ്, അതിന് നമ്മൾ ബേസ് പ്രിപ്പയർ ചെയ്തല്ലോ അതിൻ്റെ മുകളിൽ അത് സ്പ്രെഡ് ചെയ്യും റിക്വയർഡ് ക്വാണ്ടിറ്റീസിൽ. ദ ഓർഡിനറി റോഡ്സ് എ സിംഗിൾ ലെയർ ഓഫ് കോമ്പാക്റ്റഡ് തിക്നെസ് 75 mm may be sufficient. സാധാരണ റോഡിന് 75 mm തിക്നെസ്സിൽ മതി. സിംഗിൾ ലെയർ ഓഫ് കോമ്പാക്റ്റഡ്, ഒരു സിംഗിൾ ലെയർ മതി, ഒരൊറ്റ ലെയർ മതി. 75 mm തിക്നെസ്സുള്ള ഒരു സിംഗിൾ ലെയർ മതി. ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ഇല്ലേ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, എക്സ്പ്രസ് ഹൈവേക്കൊക്കെ ഒരു 150 mm തിക്നെസ്സിൽ കോമ്പാക്റ്റ് തിക്നെസ് മേ ബി യൂസ്ഡ് അല്ലേ. 150 mm തിക്നെസ്സിലുള്ള യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് റോഡ്സിന്. ഇനി റോളിംഗ്. ആഫ്റ്റർ സ്പ്രെഡിങ് ദ അഗ്രിഗേറ്റ്സ് ദ റോളിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ കോമ്പാക്റ്റിംഗ് ബൈ 6 to 10 mm റോളർ അല്ലേ. ഇത് പിന്നെ അത് കോസ് അഗ്രിഗേറ്റ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം റോളർ യൂസ് ചെയ്തിട്ട് അത് 10 mm കോമ്പാക്റ്റ് ചെയ്യും, അമർത്തും അല്ലേ. 6 to 10 mm ആയിട്ട് അമർത്തും.
റോളിംഗ് ഷുഡ് ബെഗിൻ അറ്റ് എഡ്ജസ് മേക്കിംഗ് ലോഞ്ചിറ്റ്യൂണൽ പാസസ്. റോളിങ് എഡ്ജസിൽ ആണ് തുടങ്ങുന്നത്, മേക്കിംഗ് ലോഞ്ചിറ്റ്യൂഡിനൽ പാസസ്. ലെങ്ത് വൈസ് ആണ് മൂവ് ചെയ്യുക അല്ലേ? എഡ്ജിൽ നിന്ന് തുടങ്ങി ലെങ്ത് വൈസ് മൂവ് ചെയ്യും. There should be overlap of half the width of roller between two consecutive passes. രണ്ട് സൈഡിലും ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു സൈഡ് ചെയ്യും, പിന്നെ ഒരു സൈഡ് ചെയ്യും. റോളിംഗ് ഷുഡ് പ്രോഗ്രസ് ഫ്രം എഡ്ജ് ടു ക്രൗൺ. ഒരു എഡ്ജിൽ നിന്ന് ക്രൗണിലേക്ക്, അതായത് എൻ്റെ സെൻറ്ററിലേക്ക് ആണ് റോളിംഗ് പ്രോഗ്രസ് ചെയ്യേണ്ടത്. വേർ റോഡ് ഈസ് ഗിവൺ സൂപ്പർ എലിവേഷൻ, റോളിംഗ് ഷുഡ് സ്റ്റാർട്ട്സ് ഫ്രം ലോവർ എഡ്ജ്. അല്ല, സൂപ്പർ എലിവേഷനുള്ള റോളിൽ നിന്ന് ലോവർ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് പ്രോഗ്രസ് ടുവാർഡ്സ് ദി ഔട്ടർ എഡ്ജ്. ഔട്ടർ എഡ്ജിലേക്ക്, അത് ഹൈറ്റ് കൂടിയ എഡ്ജിലേക്ക് അത് നീങ്ങണം. ഹൈറ്റ് കുറഞ്ഞ എഡ്ജിൽ നിന്ന് തുടങ്ങി, സൂപ്പർ എലിവേഷൻ്റെ കേസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അത് ചെരിഞ്ഞ ഭാഗത്ത് നിന്ന്, ചെരിവ് കുറവുള്ള ഭാഗത്തു നിന്ന് ചെരിവ് കൂടുതലുള്ള ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കണം റോളർ. The remaining portions we will discuss in next presentations. Okay, thank you.